സോഷ്യോളജി എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാൻ പറ്റിയ സബ്ജക്റ്റാണ്. കാരണം അതിന് മെയിനായിട്ട് പറയുന്നത് സൊസൈറ്റിയെ കുറിച്ചും സൊസൈറ്റിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയുമെങ്കിൽ കൾച്ചർ, സോഷ്യലൈസേഷൻ, ഇങ്ങനെ ഒരുപാട് ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ടേംസിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് മനസ്സിലാക്കി വെക്കാം. അത് ഒരുപാട് ടൈം എടുത്ത് സ്ട്രെസ് എടുത്തൊന്നും പഠിക്കേണ്ട സബ്ജക്റ്റേ അല്ല സോഷ്യോളജി. ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാൻ പറ്റുമെന്നാണ്. നിങ്ങൾ ഫസ്റ്റ് ഡെഫിനേഷൻ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് തിങ്കേഴ്സിനെ കുറിച്ച്, ഇതിൽ ഒരുപാട് തിങ്കേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ഒരുപാട് കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, തിങ്കേഴ്സിന് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാൾ മാർക്സിൻ്റെ കോൺഫ്ലിക്റ്റ് തിയറി, അതുപോലെ എമിൽ ഡർക്കിൻ്റെ സോഷ്യൽ ഫാക്റ്റ്, ഇനിയിപ്പോൾ മാക്സ് വെബറിൻ്റെ സോഷ്യൽ ആക്ഷൻ, ഇങ്ങനെ ഒരുപാട് തിങ്കേഴ്സ് എന്നെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് സോഷ്യോളജി ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വേണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പഠിക്കേണ്ട എന്തെങ്കിലും സ്റ്റഡി ടിപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, എസ് എന്ന് ടൈപ്പ് ചെയ്യുക.